വോട്ടെടുപ്പിനൊപ്പം ഒറ്റതിരിഞ്ഞുള്ള സംഘർഷങ്ങളും വാക്പോരുകൾക്കൊക്കെ ഇന്ന് കേരളം സാക്ഷിയെ. ഒറ്റതിരിഞ്ഞ് എന്ന് പറയുമ്പോൾ വളരെ കുറവാണല്ലേ? സാധാരണഗതിയിലെ തെരഞ്ഞെടുപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം വളരെ ഡീസെന്റ് ആണ്. അതെ, വോട്ടിംഗിൽ പരാതികൾ, പാർട്ടികൾ തമ്മിലുള്ള തർക്കങ്ങൾ, ഇതൊക്കെ സാധാരണ മട്ടിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ സംഘർഷങ്ങൾ ഏതൊക്കെ എവിടെയൊക്കെയാണ് നമുക്ക് നോക്കാം. വിരലിൽ മുറിവ്, കെട്ടഴിക്കാതെ വോട്ടു ചെയ്യിക്കില്ലെന്ന് പോളിംഗ് ഓഫീസർ. തൃശൂർ കൂർക്കഞ്ചേരി ബോധാനന്ദ സ്കൂളിലാണ് സംഭവം. കെട്ടിവച്ചിരിക്കുന്ന ഇടതുവിരലിൽ മഷി പുരട്ടാനാവില്ലെന്ന് ആവർത്തിച്ചതോടെ അക്ഷയ മെഡിക്കൽ റിപ്പോർട്ടുകളടക്കം ഹാജരാക്കി. എന്നാൽ വോട്ടു ചെയ്യാൻ ഉദ്യോഗസ്ഥർ കൂട്ടാക്കിയില്ല. ഇതോടെ ബൂത്തിൽ പ്രതിഷേധമായി. ഒടുവിൽ പ്രതിഷേധം അതിരൂക്ഷമായതോടെ യുവതിയിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങിയ ശേഷമാണ് വോട്ടു ചെയ്യാൻ അനുവദിച്ചത്. 1 മണിക്ക് ബൂത്തിലെത്തിയ അക്ഷയ 6 മണിക്ക് വോട്ടു ചെയ്തു മടങ്ങി. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഉയർന്ന കള്ളവോട്ടും സംഘർഷത്തിലേക്ക് വഴിതെളിച്ചു. സജീവൻ എന്ന വോട്ടർ പോളിംഗ് ബൂത്തിൽ എത്തുന്നതിന് മുൻപേ തന്നെ വോട്ട് മറ്റാരോ ചെയ്തിരുന്നത്രേ. ഇതോടെ വോട്ടർക്ക് സമാശ്വാസ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉദ്യോഗസ്ഥർ ഒരുക്കി. എന്നാൽ ഏറെ വൈകാതെ വിഷയം BJP പ്രവർത്തകർ ഏറ്റെടുത്തു. എനിക്ക് അങ്ങനെ പോസ്റ്റ് ഔട്ട് വരുന്നു പറഞ്ഞു. അപ്പോൾ ഒരു 2 മിനിറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ ഉള്ളിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ അവിടെ നിന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു പുറത്തേക്ക് കിടന്നോളൂ എന്ന് പറഞ്ഞു. സാർക്ക് ചെയ്യാൻ പറ്റില്ല ചോദിച്ചു. ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. പോലീസുകാർ കിടന്നിട്ട് വിഷം കെട്ട് കാണിച്ചിട്ട് കാര്യമില്ല. എന്നാൽ ഇവർ ഈ അഭ്യാസം കാണിക്കേണ്ടത് സജീവനെ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ പേരുള്ള സജീവനെ വോട്ട് ചെയ്യാൻ സമ്മതിപ്പിക്കണം. അയാൾ വോട്ടറാണ് ജനാധിപത്യത്തിൽ. അയാൾക്ക് വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അയാളുടെ വോട്ട് വേറൊരു സ്ഥലത്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യണോ വേണ്ടയോ? കൊല്ലം പുനലൂർ വിളക്കുവട്ടത്ത് LDF UDF കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ബൂത്തിനുള്ളിൽ വോട്ട് പിടിച്ചെന്ന ആരോപണമാണ് പ്രശ്നത്തിലേക്ക് നയിച്ചത്. LDF പ്രവർത്തകർ മർദ്ദിച്ചെന്ന് UDF വനിതാ കൗൺസിലർ പരാതിപ്പെട്ടു. എന്റെ അടുത്ത് എടുത്ത നീ ഒരു കൗൺസിലറാണ്, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഉടനെ ഇയാള് എന്നെ കയറി അടിക്കുകയാണ് ചെയ്തത്. ഒരു വഴി കൊണ്ട് എന്നെ ബൈക്ക് പിടിച്ച് വലിച്ചിട്ട് മറ്റു കൈ വെച്ച് എന്റെ ചള്ളക്ക് ഇങ്ങനെ അടിക്കുകയും ചെയ്തു. അതിന്റെ പാടുണ്ട്. പത്തനാപുരം കണ്ടയത്തും നടുക്കുന്നിലും LDF UDF പ്രവർത്തകർ തമ്മിൽ നേരിയ വാക്കേറ്റമുണ്ടായി. ബൂത്തിന് 100 മീറ്റർ ചുറ്റളവിൽ വോട്ട് പിടുത്തം നടത്തിയതാണ് തർക്കത്തിന് കാരണം. എറണാകുളം കളമശ്ശേരിയിലും ഇരുമുന്നണികൾ തമ്മിലുള്ള സംഘർഷത്തിന് സാക്ഷിയായി. പോളിംഗ് ബൂത്തായ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലേക്ക് സ്വകാര്യ വാഹനത്തിൽ വോട്ടർമാരെ കൊണ്ടുവരുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറി. കോട്ടയം കൂവപ്പള്ളി ബൂത്തിൽ വെച്ച് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLAയും പോലീസും തമ്മിൽ സംഘർഷം. പോളിംഗ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഇടതു പ്രവർത്തകരെ ഒഴിപ്പിക്കാൻ നോക്കിയതാണ് വാക്കുതർക്കത്തിന് കാരണമായത്. കല്ലാച്ചി ഗവൺമെന്റ് UP സ്കൂളിൽ ഓപ്പൺ വോട്ടിനെ ചൊല്ലിയാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. വോട്ടു ചെയ്യാൻ കൊണ്ടുവന്ന വയോധികന്റെ വോട്ട് LDF പ്രവർത്തകർ ചെയ്തു എന്നുള്ളതാണ് ആരോപണം. തൃക്കരിപ്പൂർ ഉദിനൂരിൽ UDF വനിതാ ബൂത്ത് ഏജന്റിനെതിരെ നായ്ക്കരണപ്പൊടി പ്രയോഗമെന്ന് പരാതിയുണ്ടായി. T രതിലയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ TN പ്രതാപനെ BJPയുടെ ബൂത്ത് ഏജന്റ് കണ്ടശാങ്കടവ് കോൺവെന്റ് സ്കൂളിൽ വെച്ച് കയ്യേറ്റം ചെയ്തെന്ന് UDF ആരോപിച്ചു. തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്കൂളിൽ തിരിച്ചറിയൽ കാർഡ് എടുക്കാൻ മറന്നതിനാൽ ആദ്യം തിരിച്ചുപോയ സ്ത്രീ മടങ്ങിയെത്തിയപ്പോൾ സമയം കഴിഞ്ഞതും പ്രതിഷേധത്തിന് കാരണമായി. ഇതുപോലെ എല്ലാ മേഖലയിലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പലയിടങ്ങളിലായിട്ടുണ്ടായത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പ്രശ്നങ്ങളാണ് അപ്പോൾ തന്നെ അവസാനിക്കുകയും ചെയ്തു.